5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അതേടി, ഞാനൊരച്ഛനാ. മക്കൾ നേരും നെറിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. എടി, ഈ ആകാശം നിന്റെ മോനല്ലേ? ഇവനെ നീ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അരവിന്ദനെയും ആകാശിനെയും വേറെ തിരിച്ചല്ലേ ഇതുവരെ നീ സ്നേഹിച്ചിട്ടുള്ളൂ. ഇവൻ സ്റ്റേഷനിൽ കിടന്നപ്പോ തിരിഞ്ഞു നോക്കിയോ നീ? പോട്ടെ, ഇവനെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ നീ? ഞാൻ ഇതുവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളാ മൂത്തവനെ കൊള്ളരുതാത്തവനും കഴിവില്ലാത്തവനും ഒക്കെ ആക്കി മാറ്റിയത്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാത്തതാണ് എന്റെ മോൻ ചെയ്ത തെറ്റ്. ആ വൈരാഗ്യം കാരണമല്ലേ അവന്റെ പേരിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അല്ലമ്മേ. ആകാശിന്റെ ഓഫീസിൽ കുടിച്ചു ചെന്ന് ഗുണ്ടായുസവും കാണിച്ച് അവിടെയുള്ളതെല്ലാം തല്ലി തകർത്ത് അവിടുത്തെ പ്യൂണിനെയും തല്ലി. ഇത്രയൊക്കെ ചെയ്തവനെയാണോ അമ്മ ന്യായീകരിക്കുന്നേ? അവൻ ഇതൊക്കെ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവന് വേണ്ടി. ഇവനെ ഓഫീസിലിട്ട് കഷ്ടപ്പെടുത്തുന്നത് അറിഞ്ഞ് സഹിക്കാൻ പറ്റാതെയാ എന്റെ മോൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇവന്റെ ഓഫീസിലെ ചീഫ് എഞ്ചിനീയർ അപമാനിച്ചു എന്ന് പറഞ്ഞ് മാഷ് എന്താ ചെയ്തേ? ഓഫീസിൽ ചെന്ന് ഇവനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ മോനോട് ആ സ്നേഹം കാണിച്ചതൊക്കെ ന്യായം. അപ്പൊ ചേട്ടൻ അനിയന് വേണ്ടി ചെയ്തതൊക്കെ തോന്നിവാസം ഗുണ്ടായിസം അല്ലേ? ഇതേ അച്ഛന്റെ മോൻ തന്നെ അവനും. കുടുംബത്തിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി അവന്റെ ചോര തിളയ്ക്കും. ആകാശിന് വേണ്ടിയാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് സ്റ്റേഷനിൽ കിടക്കുമ്പോ അവനെ ഇറക്കേണ്ടത് മാഷിന്റെ ഉത്തരവാദിത്വമല്ലേ? അത് ചെയ്യാതെ അവൻ അവിടെ കിടന്ന് നരകിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. എന്ത് ചെയ്യും നീ? ചോദിച്ച കേട്ടില്ലേ? നീ എന്തു ചെയ്യുന്നു? എടി, ആ റാസ്കൽ ഓഫീസിൽ പോയി കാണിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നീയല്ലേ? എന്താടി, ഞെട്ടിയോ? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നല്ലേ? അവൻ വെറും ഒരു പാവം മാത്രാ. പിന്നിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും അവനെ തിരിപ്പിക്കുന്നതും നീയാ. അവന്റെ കൂടെ നിന്നെയും പ്രതിയാക്കണ്ട. നീയും അവന്റെ കൂടെ ലോക്കപ്പിൽ കിടക്കേണ്ടതാ. വേണ്ടാന്ന് വെച്ച് കണ്ണടച്ചതാ. ഇനി നീ അവന്റെ പേരിൽ ന്യായം പറഞ്ഞു വന്നാലുണ്ടല്ലോ, നിന്റെ പേരിലും കേസ് കൊടുക്കേണ്ടി വരും. കൊടുക്ക് നിങ്ങള്. എന്റെ പേരിലും കൂടെ കേസ് കൊടുക്ക്. ഞാനും എന്റെ മോന്റെ കൂടെ ജയിലിലങ്ങ് പോവും. പക്ഷേ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് മാഷ് കരുതണ്ട. ഞാനും എന്റെ മോനും എന്നായാലും പുറത്തു വരും. അങ്ങനെ വന്ന നിങ്ങളുടെ എല്ലാത്തിന്റെ അവസാന ചോറിൽ വിഷം വെച്ചെങ്കിലും ഞാൻ കൊല്ലും എല്ലാത്തിനും. അമ്മ, നീ വിഷം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളം നിന്റെ കൈ കൊണ്ട് വാങ്ങി കുടിച്ചാൽ മതി. എല്ലാവരും ചത്തുപോകും. നിന്റെ മനസ്സും ശരീരം മുഴുവൻ വിഷ. ബാല, പ്രശ്നങ്ങൾ വലുതാക്കല്ലേ. നീയായിട്ട് മിണ്ടാതിരിക്കേ. പകരത്തിന് പകരം സംസാരിച്ചോണ്ടിരുന്ന ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവില്ല. ബാലമ്പ പറമ്പി പണിക്കാരുള്ളതാ. എന്റെ മോനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാതെ ഇവിടെ ഒറ്റ തന്നെ ഞാൻ വെളി വിടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല ഹേമേ. തെറ്റ് അരവിന്ദന്റെ ഭാഗത്താ. എടോ, വലിഞ്ഞു കയറി വന്നവനൊക്കെ എന്റെ മോനെ തെറ്റ് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നു. ഇറങ്ങി പോടോ. ബാല വേണ്ട. ഹേമ എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കാണുന്നുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും പറയാലോ. ഇവളെ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാൻ ഗോവിന്ദ. ഇവള് പറഞ്ഞ വാക്ക് നിന്റെ മനസ്സിൽ എങ്ങനെ തറച്ചെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിന്നെ വേണ്ട ബാല, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവിടെ വേണ്ട വേണ്ട ബാലമാഷേ,
മോനെ അരവിന്ദോ, മാഷേ എന്റെ മോൻ വന്നല്ലോ. വന്നമ്മേ. വാ, നമുക്കേ കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട്. വാ. എന്താ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ. ഹെഡ് മാസ്റ്ററുടെ രാജകൽപ്പനയായിരുന്നോ? അതെടാ, ഏ? അത് തന്നെ. എന്താ മാഷ ഇത്? നാട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്ന മാഷ് സ്ത്രീകൾക്ക് നേരെ കയ്യോങ്ങാൻ പാടില്ലെന്നറിയില്ലേ? പോലീസ് ലോക്കപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോ നീ? ഏ? അപ്പൊ അടുത്ത കേസ് കൂടി ആയിട്ടുണ്ടാവുമല്ലോ. മാഷേ, ഞാൻ ലോക്കപ്പിൽ കൊതുകടി കൊണ്ട് കിടക്കുമ്പോ SI വന്ന് എന്നെ സല്യൂട്ട് അടിച്ച് പറഞ്ഞു, അരവിന്ദ് സാറേ വീട്ടിലോട്ട് പോയിക്കോന്ന്. നിങ്ങൾ ആരും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു കാര്യം എല്ലാവരും കേൾക്കാനായിട്ടങ്ങ് പറയാം. എന്റെ അമ്മയുടെ നേർക്ക് ഇനി ആരുടെങ്കിലും കൈ ഉയർന്നോ, ആ കൈ ആശുപത്രി കൊണ്ടുപോയി തുന്നിച്ചേർക്കേണ്ടി വരും. വെട്ടിക്കളയും ഞാൻ. പോടാ, നിന്റെ ഭീഷണിയൊക്കെ 1000 തറവാടിന്റെ പുറത്ത് മതി. നിനക്ക് നിന്റെ അമ്മയോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ വിളിച്ചോണ്ട് പോടാ എവിടെയെങ്കിലും. ഭ്രാന്തനെ പോലെ നിന്ന് വിളിക്കാതെ ഇറങ്ങി പോടാ. ഭ്രാന്ത് ആർക്കാണ് വരാൻ പോകുന്നതെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം. അളിയ ഇങ്ങ് വന്നേ, അവിടെ വിളിച്ചേക്കോണം. അളിയൻ പഴയതൊന്നും കഴിക്കുന്നില്ലല്ലേ? ആകെ ക്ഷീണിച്ചു പോയി.